ഏപ്രിൽ 24-ന് അരുൺ സിംഗിൻ്റെ പിതാവായിട്ടുള്ള ഭൂപേന്ദ്ര സിംഗും ഭാര്യയും ഈ തനുവിൻ്റെ കുടുംബത്തിലേക്ക് വിളിച്ചു. അന്ന് ഇവർ ഒരു പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്തു, പല്ല പോലീസ് സ്റ്റേഷൻ. അവിടെ ഒരു പരാതി കൊടുത്തു. അരുൺ സിംഗ് ആണ് പരാതിക്കാരൻ, യുവതിയുടെ ഭർത്താവ്. അതെ, എൻ്റെ ഭാര്യ അവളുടെ രഹസ്യ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് അയാളുടെ പരാതി. കാമുകൻ ആരാണെന്ന് തനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു. അത് മാത്രമേ തനിക്ക് സാഹചര്യങ്ങളുടെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. 2024-ലും ഞങ്ങൾ തമ്മിൽ ഇത് സംബന്ധിച്ച തർക്കം ഉണ്ടാവുകയും കാമുകനൊപ്പം പോവുകയാണെന്ന് പറഞ്ഞ പോയ തനു സ്വന്തം വീട്ടിലേക്ക് പോവുകയും പിന്നീട് തനു തിരിച്ചു വരികയും ചെയ്തു. അന്വേഷിച്ചപ്പോൾ തനു വീട്ടിലേക്കാണ് പോയതെന്ന് മനസ്സിലായി. ഇതനുസരിച്ച് പോലീസ് ഈ തനുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് ശരിയാണ്. തനു 2024 അവിടെ എത്തിയിട്ടുണ്ട്. വളരെ പ്ലാൻഡ് ആണ്. ഈ വിഷയം ഏപ്രിൽ 24-ാം തീയതി കൊടുത്ത പരാതിയിൽ പറഞ്ഞ കാര്യം ഇവർ വിളിച്ച് തനു രാജ്പുതിൻ്റെ വീട്ടിൽ അറിയിച്ചു. അങ്ങനെ ഇരിക്കവേ അവർക്ക് ഒരു സംശയം, തനു അങ്ങനെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാന്നാർ മത്തായി സിനിമയിലെ ഒരു രംഗം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തനു രാജ്പുത് എന്ന് പറയുന്ന യുവതിയെ മാനസിക ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഭർത്തൃ വീട്ടുകാരായിട്ടുള്ള അരുൺ സിംഗിൻ്റെ കുടുംബം ഈ യുവതിയെ, അരുൺ സിംഗിൻ്റെ പിതാവായിട്ടുള്ള ഭൂപേന്ദർ സിംഗും അരുൺ സിംഗും ചേർന്ന്, ഇയാൾക്ക് തുണി കച്ചവടമാണ്, ഇവർ ചേർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ബലമായി.